ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പാൻ സ്റ്റാറിന്റെ ഒരു ചാപ്രി പടത്തിനെ കുറിച്ചാണ്. വല്ലാത്തൊരു പൊട്ടലായിപ്പോയി. സാറിന്റെ ഒന്നും മിണ്ടായിരിക്കുന്നത്? അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടായത്? പടം തുടങ്ങുന്ന ഒരു മീഷോ മൈക്കിൾ ജാക്സന് കാട്ടിയിട്ടാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? നീ ഇവൻ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫൈറ്റ് നടത്തുന്ന റെഫറിയാണ്. പിന്നെ നീ എന്തിനാണ് മൈക്കിൾ ജാക്സന്റെ സ്റ്റെപ്പും ഡയലോഗും അടിച്ച് ഇത്ര നേരം കളഞ്ഞ്? ഉത്തരം മുട്ടിപ്പോയി, ഒന്നും പറയാനില്ല, അതുകൊണ്ട് സ്റ്റക്കായി പോയി. പിന്നെ അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് പാൻ സ്റ്റാർ വന്നിട്ട് ഒരു ഇരുമ്പിന്റെ പൈപ്പ് അങ്ങ് വളയ്ക്കും. എടോ, ആ പൈപ്പ് ഒന്ന് നിവർത്താൻ പറ്റുമോ? നിസ്സാരം 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 നിസ്സാരം, നമ്മളെ കൊണ്ട് പറ്റും ഒന്നുകൂടെ. നിസ്സാരം നിസ്സാരം. പിന്നെ ഇങ്ങനെ അവിടുത്തെ ഒരു ജിമ്മനായിട്ട് ഫൈറ്റ് ചെയ്യും. എന്നിട്ട് അയാൾ ഇടിച്ച് പപ്പടാക്കും. പിന്നെ മാച്ചിൽ ഇങ്ങേര് ജയിക്കും. എന്നിട്ട് ഇയാളും ആളുടെ കൂട്ടുകാരനും കൂടി ആ കിട്ടിയ പൈസ മൊത്തം അനാഥാലയത്തിൽ കൊണ്ട് കൊടുക്കും. പിന്നെ ഒരു നന്മയൊക്കെ ചെയ്തിട്ട് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഇടിച്ചിട്ട് മൂപ്പര് സൈഡാവും. എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്ട്, എടാ ഞാനൊരു ഫ്ലാഷ് ബാക്ക് പറയാം, അത് നീ കേൾക്കണമെന്ന് പറഞ്ഞിട്ട് മൂപ്പരുടെ ഫ്ലാഷ് ബാക്ക് മൂപ്പര് പറയാൻ തുടങ്ങും. ഫ്ലാഷ് ബാക്കിൽ ആളുടെ അച്ഛനൊരു പൂജാരി. എന്നിട്ട് അങ്ങനെ പാട്ട് പാടുന്നത് കാണിക്കും. എടാ, ചാവാൻ പോകുമ്പോ പാട്ടൊക്കെ വേണോ? വേഗം പറ ഫ്ലാഷ് ബാക്ക്. ഒരോളമായിക്കോട്ടെ എന്ന് കരുതി. സംഭവം എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ഡോൺ ഒരാളെ കൊല്ലന്ത് ഇവന്റെ അച്ഛൻ കാണും. എന്നിട്ട് അങ്ങേര് ഇയാളെ കള്ളക്കേസ് കൊടുക്കിട്ട് മൂപ്പരെ നാണം കെടുത്തു. അങ്ങനെ ഇയാൾ പോയി ചാവും. എന്നിട്ട് ഇവൻ നാട് വിട്ടു പോവും. അങ്ങനെ ഫ്ലാഷ് ബാക്ക് കഴിയും. എന്നിട്ട് ആളുടെ ഫാമിലിനെ നോക്കാനായിട്ട് ഇങ്ങേരോട് പറഞ്ഞിട്ട് അങ്ങേര് വടിയാവും. നീ അറിഞ്ഞ ഞാൻ പെട്ടു. പിന്നെ ഇങ്ങേര് കൂട്ടുകാരന്റെ നാട്ടിൽ പോയിട്ട് കൂട്ടുകാരന്റെ അമ്മേനെ കണ്ടിട്ട് ഞാനാണ് നിങ്ങളുടെ മോൻ എന്ന് പറയും. മമ്മി പിന്നെ ഇങ്ങേര് ഫ്ലാഷ് ബാക്കിൽ ഇവരെ ശല്യം ചെയ്ത ഗുണ്ടകളെ ചെന്ന് കണ്ടിട്ട് അവരെ തല്ലാനായിട്ട് പോവും. എന്നിട്ട് ഒരു ലോക്കും ഒരു ഇടി ഇടിക്കും. അപ്പൊ അത് തുറക്കും. എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. പിന്നെ ഇങ്ങേർക്ക് ഒരു ഹോബി ഉണ്ട്. ഒരാളെ തല്ലണേന് മുന്നേ ആടെ ചിരിപ്പിക്കും. എന്നിട്ടേ തല്ലുള്ളൂ. അതുകൊണ്ട് മറ്റേ ഗുണ്ടേനെ ചിരിപ്പിക്കും. പിന്നെ ചിരിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇടിച്ച് ചമ്മന്തിയാക്കും. എന്നിട്ട് ഈ കാര്യം ഇങ്ങരുടെ ബ്രദറിനോട് പോയിട്ട് പറയും. പിന്നെ അങ്ങോട്ട് പാൻ സ്റ്റാർ വന്നിട്ട് ഇവര് രണ്ടുപേരും കൂടിയിട്ട് പറഞ്ഞ് കളിക്കും. നീക്ക് എന്താ ഇരുന്ന് പറയുന്ന? പിന്നെ ഇങ്ങേര് വില്ലനെ വാൺ ചെയ്യും. ഇനി നീ ഇവിടെ കിടന്ന് ഷോ ഇറക്കിണ്ടെങ്കിൽ നീ കുളിക്കാൻ പോണ സമയത്ത് ഞാൻ വടിയെടുത്ത് നിന്നെ അടിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. ഇതൊക്കെ മാസ് സീനാട്ടോ ഈ പടത്തിലെ. എന്റെ മോനെ, ആ മാസിന്റെ അമ്മ വെട്ടിയ കറക്റ്റാ. അതെന്തായാലും വിയേർഡ് ആയിട്ടുണ്ട്. പിന്നെ ഈ വില്ലന്റെ മോള് വരും. അത് നമ്മുടെ തമ്മന്റെ ചേച്ചി. ആ തമ്മന്റെ ചേച്ചിനെ കുറിച്ച് പറയണെങ്കിൽ മൂപ്പർക്ക് പ്രാന്താണ്. വെറുതെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ചാട്ടവാറ് വെച്ച് അടിക്കുക. അതാണ് ചേച്ചിയുടെ ഹോബി. വട്ടാണല്ലേ. എന്നോട് ഒരുപാട് പേര് എങ്ങനെ ചോദിക്കുന്നു, അതെന്താ? പിന്നെ ഒരാളെ വെറുതെ പിടിച്ച് തല്ലിന്ന് പറഞ്ഞിട്ട് പാൻ സ്റ്റാർ അങ്ങോട്ട് പ്രതികാരം ചെയ്യാൻ വരും. എന്നിട്ട് ഹോമം ചെയ്യണ തീയുടെ മോളിൽ മൂപ്പര് വെറുതെ ഒന്ന് ചൂടാവാൻ വേണ്ടി മൂട് വെച്ച് ഇരിക്കും. മൂക്കത്താളോ കുണ്ടി ശുണ്ടി ശുണ്ടി. പിന്നെ അവിടെയുള്ള ആൾക്കാരെ തല്ലാൻ പോണേന് മുന്നേ മൂപ്പര് അവരൊന്ന് ചിരിപ്പിക്കും. എനിക്ക് എന്റേതായ വഴികളുണ്ട്, ചില ഭ്രാന്തൻ ചിന്തകളും. പിന്നെ ഈ കോപ്രായം കഴിഞ്ഞ് കഴിയുമ്പോ അവിടുത്തെ ഗുണ്ടകളെ മൂപ്പര് കാർപ്പറ്റ് പൊക്കിയിട്ട് അവരെ കൊടഞ്ഞു കൊല്ലും. അമ്മപ്പോതപ്പേ മൂടാനി നിറവായിരമുണ്ടേ. പിന്നെ ഇങ്ങേര് തമ്മന്റെ ചേച്ചീനെ കൊണ്ട് ഓരോ വാഴത്തരങ്ങളൊക്കെ ചെയ്യിപ്പിക്കും. പിന്നെ തമ്മന്റെ ചേച്ചിക്ക് ദേഷ്യം കയറിയിട്ട് ആളെ കൊല്ലാനായിട്ട് ഒരു പോലീസുകാരനെ അറേഞ്ച് ചെയ്തിട്ട് അങ്ങേരുടെ അടുത്തേക്ക് വിടും. എന്നിട്ട് ആ പോലീസുകാർ തമ്മന്റെ ചേച്ചിനെ എന്നെ കൊല്ലാൻ വരും. എന്നിട്ട് ഇങ്ങേര് പോയിട്ട് പോലീസുകാരൻ്റെ അടുത്ത് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യും. ജീവിതം ഇപ്പോൾ ഒരു അത്ഭുതമാണ്.
തുറക്കുമ്പോഴേക്കും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മനസ്സ് തുറന്ന് സ്നേഹിക്കാം. നേരുന്നു ശുഭദിനം. എനിക്കിതൊന്നും കണ്ടുക്കാൻ പറ്റുള്ള, ഞാൻ പോണേണ്. നിങ്ങപ്പോ ചോക്കിയത് എന്താ എങ്ങനെയെന്ന്? കാരണം ഇതൊരു പേട്ടപ്പടാണ്, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കണ്ടിട്ട് അവിടുത്തെ നാട്ടുകാരും തമ്മന്ന ചേച്ചിയും ആളുടെ ഫാനാവും. പിന്നെ തമ്മന്ന ചേച്ചിക്ക് ക്രഷ് അടിച്ചിട്ട് ഇവർ രണ്ടുപേരും ഒരു സോങ്ങിന് പോവും. ഹേയ് എന്താ താൻ കാണിക്കണേ? എന്തിനാ കൈവിട്ട്? ട്രൈ ചെയ്ത് നമുക്ക് പഠിക്കണ്ടേ? ഇത് എത്രാമത്തെ ട്രൈയാ? 30ാമത്തെ അല്ല, ഒരു 50 ട്രൈ ആവുമ്പോഴേക്കും നമുക്ക് പഠിക്കാം. എന്നാ കഴപ്പാടാ നിനക്ക്? പിന്നെ സോങ് ഒക്കെ കഴിഞ്ഞ് ആളുടെ അനിയത്തി വില്ലന്മാരുടെ ആളായിട്ട് ക്രഷായത് ഇങ്ങേര് അറിയും. എന്നിട്ട് വില്ലന്മാരായിട്ട് ഒരു ഇടപാടും വേണ്ടെന്ന് അനിയത്തിയോട് പറയും. അപ്പൊ താൻ മറ്റവളായിട്ട് എന്തായിരുന്നോ പരിപാടി? എടാ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കുന്നത്. മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. പിന്നെ ഇങ്ങേരുടെ അനിയത്തിന് അവിടെയുള്ള കുറച്ച് ആൾക്കാർ ശല്യം ചെയ്യാനായിട്ട് പോവും. അപ്പൊ ഒരു തബല കൊട്ടണം BGM ഉണ്ട്. പിന്നെ അങ്ങോട്ട് പാൻ സ്റ്റാർ വന്നിട്ട് അവന്മാരെ ചവിട്ടി കൂട്ടും. അങ്ങനെ താളുമറിഞ്ഞ് നടുപ്പേജ് കീറി. പിന്നെ വില്ലന്മാരെയൊക്കെ പോയി കണ്ട് കാര്യം പറഞ്ഞിട്ട് ആ കല്യാണം നടത്തും. നമ്മൾ കല്യാണത്തിന് പറഞ്ഞ സമയത്ത് ചെല്ലും, പറഞ്ഞ സമയത്ത് താളി കെട്ടും. എന്നിട്ട് പിന്നെ തല്ലുകൊണ്ട് വയ്യാണ്ടാവുമ്പോ അവള് വീട്ടിൽ പോണ സമയത്ത് അവളുടെ അമ്മ തല്ലുകൊണ്ട് വയ്യാണ്ടായാലും കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ചാവണ വരെ വീട്ടിലിരിക്കണം. അതാണ് ഇവിടുത്തെ നിയമം പറയും. പിന്നെ ഈ കാര്യം ഇങ്ങേര് പോയിട്ട് തമ്മനോട് പറയും. അപ്പൊ അവളൊരു ഐഡിയ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ കൂടെ ഐറ്റം ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നമൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് പറയും. വാട്ട് എ ബോളിവുഡ് ഐഡിയ. പിന്നെ ഇതൊക്കെ കണ്ട് ടെൻഷനായിട്ട് വില്ലന്മാര് ആളുടെ അനിയത്തിനെ പൊന്നു പോലെ നോക്കും. ഇതെന്തുണ്ടമ്പൊരു സവാളവടെയാണ്. പിന്നെ പ്രശ്നമൊക്കെ സോൾവ് ചെയ്ത കാരണം തമ്മന്ന ചേച്ചിയുടെ കൂടെ ഒരു ഡാൻസിന് പോവും. ഒരു വൈറൽ സോങ്. ഈ പടത്തിൽ മൊത്തം വൈറൽ സോങ് ആണ്. നേരത്തെ കാണിച്ച സ്റ്റെപ്പല്ല, മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. Hey, I've seen this one. This is a classic. പിന്നെ വില്ലന്മാര് ഇവന്റെ വെറുപ്പിക്കല് സഹിക്കാൻ പറ്റാണ്ട് പുറത്തുനിന്ന് കുറച്ച് ഗുണ്ടകൾ ഇറക്കും. എന്നിട്ട് അവനായിട്ട് തല്ലുകൂടും. പിന്നെ ഇങ്ങേര ഗുണ്ടകളുടെ മേത്തേക്ക് കാളവണ്ടി എടുത്തെറിയും. പിന്നെ ഇവന്റെ ഷോ കണ്ടിട്ട് അവിടുത്തെ ഒരു ഗുണ്ട ചിറ്റി എടുത്ത് അവന്റെ പുറത്തൊരു ഇടിയങ്ങ് കൊടുക്കും. അങ്ങനെ അവൻ സൈഡാവും. എന്നിട്ട് അവനെ ചവിട്ടി കൂട്ടും. പിന്നെ ഇങ്ങേരെ തല്ലണ കണ്ടിട്ട് ഇങ്ങേരുടെ സ്നേഹിതം വന്നിട്ട് രക്ഷിക്കും. ആരുടെ എന്റെ അളിയന്റെ ദേഹത്ത് കൈവച്ചത്? ആരുടെ എന്റെ അളിയനെ തള്ളിയത്? എന്റെ അളിയനെ തൊട്ടവന് ഏത് കൊല കൊമ്പനായാലും എനിക്ക് പുല്ലാടി പുല്ല്. ഈ ഇടിവെട്ട് സൂര്യന് അവർക്കറിയില്ല, മനസ്സിലായാടി? എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വീട്ടിൽ ആരും ഇല്ലെന്ന്. പിന്നെ വില്ലന്മാരൊക്കെ പേടിച്ചിട്ട് നന്മമാരായിട്ട് മാറും. അങ്ങനെ പാഠം കഴിഞ്ഞു.